ചെറിയൊരു യാത്രയിലാണ്. ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒരു മനസ്സമ്മതത്തിന് പോയതാണ്. ഞങ്ങളുടെ ഓഫീസിലെ റോസ്ലി ചേച്ചിയുടെ മകളുടെ മനസ്സമ്മതം. ഇപ്പം എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. നടുക്കിക്കണയാണ് റോസ്ലി ചേച്ചിയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, തിരക്കല്ലേ. ഇത് സിൽജയാണ് കേട്ടോ. സിൽജ ഞാൻ ഒരുമിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സിൽജയാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും എങ്ങോടെ എല്ലാ ദിവസവും പോകണേന്ന് ചോദിക്കും. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു മടുത്തു. അപ്പം ഇനിയിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ മതിയല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുകയും ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം, എൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് വാഴക്കുളം എന്ന സ്ഥലത്താണ് പോയത്. അവിടുത്തെ പ്രശസ്തമായ പള്ളിയുടെ പാരിഷ് ഹാളിലായിരുന്നു മനസ്സമ്മതവും ചടങ്ങുകളും. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള മലമ്പ്രദേശമാണ് അവിടെ. നല്ല മലനിരകളും ഒക്കെ ഉണ്ട്. പ്രകൃതി നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കണ പോലെ തോന്നിട്ടോ. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ അവിടെ മൂവാറ്റുപുഴ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അവരുടെ വീട് ഇവിടെ അടുത്തൊന്നും ആയിരുന്നില്ല, കുറച്ച് ദൂരെയാണ്. ഇപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് പോണ സന്തോഷത്തിലായിരുന്നു. വണ്ടിയൊക്കെ വിളിച്ച് പോയാരണം. എല്ലാവരും വർത്താനം പറഞ്ഞ് ചിരിച്ച് രസിച്ച് അങ്ങനെ അങ്ങ് പോയി. മൂവാറ്റുപുഴ ഭയങ്കര ബ്ലോക്കായിരുന്നു. എത്തിപ്പെടാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. അവിടെ എന്തോ റോഡ് പണിയൊക്കെ നടക്കുകയാണ്, അത് കാരണം. അപ്പം ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കുറേ പേർക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്നാണ് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അവർ വെറുതെ സ്കിപ്പ് ചെയ്ത് കണ്ടുപോകുന്നുണ്ട്. എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഞെക്കിയേക്കണേ. എല്ലാവർക്കും നല്ല ജോളി ട്രിപ്പായിരുന്നു. എന്തായാലും ഒരു മനസ്സമ്മതം കൂടലുമായി കുറച്ച് യാത്രയായി. മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സുഹൃത്തുക്കളെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഒരുപാട് ആനന്ദത്തോടെയുള്ള യാത്രയാണ് ഞങ്ങൾ നടത്തിയത്. എല്ലാവരും പണ്ടത്തെ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി. അതങ്ങനെ എല്ലാവരും അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പോൾ ഇവരൊക്കെ എന്നോട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബിലിടുവാണേ. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആശംസിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ എല്ലാവരെയൊക്കെ ഇടാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. ആരെങ്കിലുമൊക്കെ വിട്ടുപോയെന്നറിയില്ല. ഇത്രയും പേരൊക്കെയാണ് ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. വളരെ രസകരമായിരുന്ന യാത്രയായിരുന്നു കേട്ടോ.